എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കണം, ആരെയൊക്കെ കൂടെ നിർത്തണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലർക്കും ഇതറിയില്ല. ഏത് പോയിന്റിലാണ്, എപ്പോഴാണ് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് നമ്മൾ എപ്പോഴാണ് തീരുമാനിക്കേണ്ടത്, എത്രത്തോളം സഹിക്കാം, എത്രത്തോളം ക്ഷമിക്കാം എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എത്ര കണ്ട് നമ്മൾ ക്ഷമിച്ചും സഹിച്ചും കൂടെ നിൽക്കണം എന്നതിനെപ്പറ്റി. ഒന്നാമതായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എനർജി ചെക്ക്. എനർജി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് കുറച്ച് നേരം ഇടപഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരം ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്? നിങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സന്തോഷമാണോ നിങ്ങൾക്ക് ഉണ്ടായത്, അതോ കുറച്ചും കൂടി നിങ്ങൾ ഇമോഷണലി ഡൗൺ വേണോ ചെയ്തത്? നല്ല ഫീലിംഗ് അല്ല ഉണ്ടാകുന്നതെങ്കിൽ, നല്ല ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സേഫായ, സെക്യൂറായ, ഹാപ്പിയായ ഒരു ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കോൺഫിഡൻസ് കൂടിയതുപോലെ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവേണ്ട ഫീലിംഗ്. അല്ലാതെ എപ്പോഴും അയാളായിട്ടുള്ള സമ്പർക്കത്തിന് ശേഷം നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ആവുകയാണ്, നമുക്ക് നമ്മുടെ സെൽഫ് വർത്ത് ഇല്ലാതായതുപോലെ, കോൺഫിഡൻസ് കമ്മിയായതുപോലെ, നമ്മളെന്തോ തെറ്റ് ചെയ്തതുപോലെ, ഒരു ഗിൽറ്റ് ഫീലിംഗ്, അങ്ങനെയൊക്കെ ഒരു നമ്മൾ ഇമോഷണലി ഡൗൺ ആവുകയാണ് എല്ലായ്പ്പോഴും. ഭൂരിഭാഗം സമയവും നമുക്ക് അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ആ ബന്ധം നമുക്ക് പറ്റിയതല്ല. അയാൾ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെയുള്ളതാണ്, ഒരു ജീവിതത്തിൽ ഒരു മോശപ്പെട്ട സമയം ഉണ്ടാകുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ കോപ്പപ്പ് ചെയ്യുന്നത് എന്ന്, എങ്ങനെയാണ് ആ സാഹചര്യത്തെ നേരിടുന്നത് എന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായും രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരേ അച്ഛനും അമ്മയുടെയും മക്കളാണെങ്കിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാ കാര്യത്തിലും ഒരുപോലെ ചിന്തിക്കണവരായിരിക്കണം എന്നില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, അതവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ സോറി പറയാൻ തയ്യാറാവുന്നുണ്ടോ എന്ന് നോക്കുക. ആ തെറ്റ് ഏറ്റെടുക്കാൻ അവർ സമ്മതിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്ന് നോക്കുക. അതോ തിരിച്ച് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതോ നമ്മുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും തരാതെ പുച്ഛിച്ച് തള്ളുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ അവർ എന്താണ് ചെയ്യുന്നത്, അതോ അവർ അതൊന്നും സംഭവിക്കാത്തതുപോലെ അവരുടെ ജീവിതം തുടരുകയും നമ്മൾ പിന്നെ ഈ പ്രശ്നം തീർക്കാനായിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയാണോ ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കാര്യമാണ്, അവർ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. ചില ആളുകളുടെ വിചാരം എന്നോട് നല്ല സ്നേഹം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അയാൾ തീർച്ചയായും നല്ല ആളാണ് എന്നുള്ള ചിന്തയുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവനവൻ്റെ അച്ഛനും അമ്മയും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ, അവനവൻ്റെ കുട്ടിയോട് സ്നേഹമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മളോട് മാത്രം സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങളോട് സ്നേഹമല്ല അവർ കാണിക്കുന്നത്. വേണമെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, അതിന് നിങ്ങൾ സഹായിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തോ അവർക്ക് കിട്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് സ്നേഹം കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായ പോസിറ്റീവായ ഒരു നല്ല ആളാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് അയാളെ ജനിപ്പിച്ച അച്ഛനും അമ്മയോട്, അയാളെ വളർത്തി വലുതാക്കിയ ആളുകളോട്, അയാളുടെ സഹോദരങ്ങളോട് ഒക്കെ ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ടൊന്നൊക്കെ അകന്നിട്ട് നമ്മൾ മാത്രമാണ് അവരുടെ ലോകം എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ ചിലരൊക്കെ അതിനെ സ്നേഹമായിട്ട്, വളരെ ആത്മാർത്ഥമായ സ്നേഹമായിട്ട് ൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അത് ആത്മാർത്ഥമായ സ്നേഹമല്ല, അയാളുടെ സ്വഭാവ വൈകല്യമാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ മാനിപ്പുലേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ പരിഹസിച്ച് ആളുകളുടെ ഇടയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമായില്ല, എന്തിനാണ് ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതുപോലും നിനക്ക് മനസ്സിലാവില്ല, നീ ഓവർ റിയാക്ട് ചെയ്യാണ്, തമാശയും മനസ്സിലാവില്ലേ, ഹ്യൂമർ സെൻസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അതിന് ഒരു വാല്യൂ തരാത്ത രീതിയിൽ സംസാരിക്കുന്ന മാനിപ്പുലേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ട് എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, നിന്നോടല്ലാതെ വേറെ ആരോടോ ഞാനിങ്ങനെ പെരുമാറുക, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്ന, അതൊക്കെ ഒരു മാനിപ്പുലേറ്റീവ് ട്രിക്കാണ്. അതൊന്നും ശരിക്കുള്ള സ്നേഹമല്ല. ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്യും, നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അവരൊരു വില തരും, എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്താ പറയാനുള്ളത് എന്ന് കൂടി അവർ പരിഗണിക്കും, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അല്ലാതെ അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് താഴ്ത്തിക്കെട്ടാനും പരിഹസിക്കാനും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന രീതിയിൽ, നമ്മുടെ സെൽഫ് വർത്ത് ഇല്ലാതാക്കുന്ന രീതിയിൽ പെരുമാറാനോ സംസാരിക്കാനോ ഒന്നും അവർ മെനക്കെടില്ല, നമ്മളോട് ശരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ. അതുപോലെ
അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യം വരുന്ന ആങ്കർ ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അവർക്ക് ദേഷ്യം വരുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം നീ എന്തിനാ എപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്, നീ എന്തിനാ എനിക്ക് ദേഷ്യം വരുന്ന രീതിയിൽ സംസാരിക്കുന്നത്, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കേണ്ടത് നിൻ്റെ കടമയല്ലേ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഒരു മാനിപ്പുലേറ്റീവ് ട്രിക്കാണ്. അതുപോലെ സംശയരോഗമുള്ള ആളുകൾ, ഭയങ്കര ഒബ്സസീവായ ആളുകൾ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, എനിക്ക് നിന്നോട് വേറെ ആരും അങ്ങനെ അടുപ്പം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊന്നും സ്നേഹമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതൊക്കെ ജസ്റ്റ് മാനിപ്പുലേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു വേറെ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ആളുകൾ, നിങ്ങൾക്കൊരു സുഹൃത്തിനോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് അധികം സംസാരിക്കാൻ പറ്റില്ല, എല്ലായിടത്തും നമ്മളെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇവർ മാത്രമാണ് നമുക്കുള്ളൂ എന്ന രീതിയിലാക്കി തീർക്കാൻ അവർ ശ്രമിക്കും. നിങ്ങൾ ആരെങ്കിലുമായിട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ അവരെ പറ്റി എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ സഹോദരിയോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കും. അപ്പോൾ അവർ മോശമാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുക, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് നമ്മളെ മറ്റുള്ളവരുമായിട്ട് അകറ്റിയും കൊണ്ടേയിരിക്കും. എന്നിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായും മനസ്സിലാക്കുക. അതൊന്നും ശരിക്കുള്ള സ്നേഹമല്ല, മറിച്ച് ഒരു മാനിപ്പുലേഷനാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കാൻ തയ്യാറാവാതിരിക്കുക. നിങ്ങൾക്കുള്ള കണക്ഷൻസ് ഈ റിലേഷൻഷിപ്പിന് മുമ്പ് നിങ്ങൾക്ക് ആരൊക്കെയായിട്ടാണ് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നല്ലതെന്ന് തോന്നുന്ന, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെന്ന് നിങ്ങൾ കരുതുന്ന കുറച്ച് പേര് നിങ്ങളുടെ ജീവിതത്തിൽ ആ റിലേഷൻഷിപ്പിന് മുമ്പുണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ഒക്കെ ആയിരിക്കും, അത് നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ ഇദ്ദേഹം കുറ്റം പറയുന്നു എന്ന് കരുതിയിട്ട്, ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉപേക്ഷിക്കാതിരിക്കുക. ഇത് തിരിച്ച് പുരുഷന്മാർക്കും ബാധകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വൈഫ് അവരോട് മിണ്ടുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങളെ കൂട്ടുകാരെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മേനെ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, എല്ലാവരുമായിട്ടും വഴക്കിട്ടിട്ട് നിങ്ങളെ ഇവർക്ക് മാത്രമായിട്ട് വെക്കുക എന്നുള്ള രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് വഴങ്ങി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളാണ്, അവർക്കത് ഇഷ്ടമല്ല എന്ന് കരുതി നിങ്ങളത് വേണ്ട വെക്കേണ്ട ആവശ്യമില്ല. തന്നെയുള്ള ഒരു സംഭവമാണ് ഇത് സെൽഫ് സെൻറ്റേർഡ് ടെസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംസാരങ്ങളും എല്ലാ പ്രവൃത്തികളും അവരെ മാത്രം റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, അവരെക്കുറിച്ച് മാത്രം, അവരുടെ ടെൻഷൻസ്, അവരുടെ ഓഫീസിലെ ടെൻഷൻ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായ പ്രശ്നങ്ങൾ, അവരുടെ അസുഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, ഇത് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങളുടെ സന്തോഷം എന്താണ്, നിങ്ങളുടെ സങ്കടം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് എന്താണ് മോശമായിട്ടുണ്ടായത്, അങ്ങനെയുള്ളതിനെ പറ്റിയൊന്നും യാതൊരു പരിഗണനയും തരാത്ത, അതിന് യാതൊരു വാല്യൂവും കൊടുക്കാത്ത ആളായിട്ട് കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് പറ്റിയൊരു നല്ല ബന്ധമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ തന്നെ വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ വിശ്വസിക്കണം എന്ന് നമ്മളോട് പറയുകയും നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ വിശ്വാസയോഗ്യമായ ഒന്നും അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. വരാമെന്ന് പറയും പക്ഷേ വരില്ല, കൊണ്ടുപോകാമെന്ന് പറയും പക്ഷേ കൊണ്ടുപോയില്ല, എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും പക്ഷേ ചെയ്യില്ല. അങ്ങനെയുള്ള പെരുമാറ്റമാണ് അവർ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അതൊരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് സോറി പറയും പക്ഷേ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കും. അങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടാകുന്നു എന്ന് നോക്കുക. തുടരെ ഇങ്ങനെ തന്നെയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യും, നിങ്ങൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും, അവർ സോറി പറയും, അത് കഴിഞ്ഞ് പക്ഷേ അവർ ചേഞ്ച് ആവുന്നില്ല, സോറി പറയും, പിന്നെയും അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യും. അതുപോലെ തന്നെ യാതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പെരുമാറ്റം, ഇടയ്ക്ക് ഭയങ്കര സ്നേഹം കാണിക്കും, നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും, നിങ്ങളെ പുറത്തു കൊണ്ടുപോകും, ഭക്ഷണം മേടിച്ച് തരിക, ഗിഫ്റ്റ് മേടിച്ച് തരിക, ഒരുപാട് സ്നേഹം കാണിക്കുക. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുന്നു. ഇന്ന് സ്നേഹം കാണിച്ചു, നാളെ ഭയങ്കര ദേഷ്യം, പിന്നെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാതിരിക്കുക, നിങ്ങളെ ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങൾ. ചിലരൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും, ഒന്നും മിണ്ടാതെ, എന്താ കാരണം എന്ന് മറ്റേ ആൾക്ക് അറിയുകയില്ല, ഇവർ പറയുകയില്ല, അങ്ങനെ തീർത്തും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. എന്തിനാ അവർ പണിഞ്ഞിരിക്കണമെന്ന് ഇവർക്കറിയില്ല. എപ്പോഴും അവരുടെ മൂഡ് ചേഞ്ചിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും അവർ സന്തോഷമായിരിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിരിക്കുക, അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച്, അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ
സമയമാണെങ്കിൽ നമ്മുടെ ഇമോഷൻസിന് യാതൊരു പ്രാധാന്യം അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അവർ അൺഹാപ്പി ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മളും മാറേണ്ടി വരും. അങ്ങനെയുള്ള നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ നമ്മൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിനും പാർട്ടിക്കൊക്കെ ഉള്ള മൂഡിലായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ അങ്ങനെ വിഷമിച്ചിരിക്കാൻ സമ്മതിക്കാതെ നമ്മളും അങ്ങോട്ട് സന്തോഷിക്കേണ്ട അവസ്ഥ, നിർബന്ധപൂർവ്വം നമ്മുടെ മൂഡ് ചേഞ്ച് ആക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതൊക്കെ ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങളാണ് നിങ്ങളുടെ പാർട്ട്ണർ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ജീവിതത്തിൽ ഒരുപാട് നാൾ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരാളുമായിട്ടുള്ള ബന്ധം സക്സസ് ആയില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതം അതോടെ തീരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് സ്പോട്ട് ചെയ്താൽ മാത്രമല്ല, ചിലർക്കൊക്കെ മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന്, പക്ഷെ അതൊന്നും എങ്ങനെ പുറത്തു വരണമെന്ന് അറിയില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ നമുക്ക് പറ്റിയ ആളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവരുമായിട്ട് ഇങ്ങനെ തുടരാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നല്ല ആളുകൾ, നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമല്ലോ. അത് സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ ആര് വേണമെങ്കിൽ ആവാം. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക. അതിനുശേഷം എനിക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് സ്റ്റേണായിട്ട് പറയാൻ ശ്രമിക്കുക. നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ അവരോട് ഇങ്ങനെ അയ്യോ ആവോ എന്നൊക്കെ പറയും, എന്നെ ഉപദ്രവിക്കുകയാണ്, എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുക. പിന്നെ അടുത്ത ദിവസം നിങ്ങൾ ഇവരുടെ കൂടെ എൻജോയ് ചെയ്യുന്ന ഫോട്ടോസ് സ്റ്റാറ്റസ് ഇതൊക്കെ ഇടുക. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവില്ല. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ അവളപ്പോൾ അപ്പുറത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും, ഇപ്പോൾ അവർ ഓക്കെ ആയി, പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ആ ബന്ധം തകർക്കണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക, ഉറച്ച തീരുമാനം എടുക്കുക. ഇയാളുമായിട്ട് ഇനി തുടരണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതിനുശേഷം അത് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. നിങ്ങളൊരു തീരുമാനം ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അന്ന് മാറ്റാൻ മറ്റുള്ളവർക്ക് എത്ര കണ്ട് കഴിയും? തീർച്ചയായും കഴിയില്ല. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും അല്ലാതെ ഇങ്ങനെ ആടി നിൽക്കുന്നത് കൊണ്ടാണ് ആളുകളും വീട്ടുകാരും ഇതിന് നിർബന്ധിക്കുന്നത്.